ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വല്യമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു പപ്പായ ജ്യൂസാണ്. ഒരു പപ്പായ നല്ല പഴുത്ത പപ്പായ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നാക്കി ഒന്ന് തൊലി കളഞ്ഞ് അതിൻ്റെ കുരുവും പരണ്ടി പൂക്കുന്നുണ്ട്. ഇത് നന്നാക്കി ഇതൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ടെടുക്കണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇത് നമുക്ക് നന്നാക്കി ചെറുതാക്കി മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഞാൻ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഒരു അര ഗ്ലാസോളം പാൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നാക്കി കാച്ചി എടുക്കണം. അത് ഞാൻ ഗ്യാസ് ഓണാക്കി ഗ്യാസുമ്മലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നാക്കി തിളച്ച് വന്നതിന് ശേഷം നമുക്കതൊന്ന് കട്ടപ്പാലാക്കി എടുക്കണം ഫ്രീസറിൽ വെച്ച്. എൻ്റെ വീഡിയോ ഒന്ന് എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. ഇതിന് ഞാൻ പപ്പായന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ 3 സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സീൻ്റെ ജാറൊന്ന് കറക്കിയെടുക്കണം. നന്നായി അത് കറക്കിയെടുത്തതിന് ശേഷം നമുക്ക് കട്ടാക്കിയ പാലെടുത്ത് അതിലൊഴിച്ച് കൊടുക്കണം. കട്ടപ്പാൽ ഇട്ട് ഒന്നും കൂടി നന്നാക്കി അടിച്ചെടുക്കണം. നല്ലോണം അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കട്ടപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കട്ടപ്പാൽ ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കണം. ഇനി ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് ഞാൻ. അതിലേക്ക് കുറച്ചും കൂടി കാച്ചിയ പാല് വേറെ ഒഴിച്ച് കൊടുക്കണം. ലേശം കൂടി പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നാക്കി ഇതൊന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനിത് 2 ഗ്ലാസ്സിലേക്കായിട്ട് പാർന്ന് കൊടുക്കണം. ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 2 ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. 2 ഗ്ലാസ്സിലായിട്ട്. എന്നിട്ട് ഈ പപ്പായ ജ്യൂസ് അതിൽ പാർന്ന് കൊടുക്കുക. ഞാൻ ലേശം കസ്കസ് പുതിർത്തി വെച്ചിട്ടുണ്ട്. ആ കസ്കസും കൂടി അതിൽ ഒഴിച്ച് കൊടുക്കണം. പപ്പായ 2 ഗ്ലാസ്സിലാക്കി ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ കസ്കസും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ട് ഇത് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ജ്യൂസാണത്. കുടിച്ചാലും നമുക്ക് മതി വരികയില്ല, അത്രയും ടേസ്റ്റാണത്. പപ്പായ ജ്യൂസ് അടിച്ചാൽ പാലൊഴിച്ച് ജ്യൂസ് അടിച്ചാൽ നല്ല അടിപൊളിയാണ്. അതിന് കസ്കസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വയറ്റിന് തണുപ്പും കുളിർമയും കിട്ടാനുള്ളതാണ് പപ്പായ. എല്ലാ രോഗത്തിനും നല്ലൊരു സാധനമാണ് പപ്പായ. ഏത് രോഗത്തിനും എന്തിനും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി എല്ലാവരും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.